കോടികൾ വാരിയെറിഞ്ഞ് സിനിമ പിടിക്കുന്നവർക്കിടയിൽ വെറും ലക്ഷങ്ങൾ കൊണ്ട് സിനിമ എടുക്കുന്ന ഒരു സാധാരണക്കാരൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, സംഗീതം, ഗായകൻ, അങ്ങനെ സകല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു അസാധാരണക്കാരൻ. അതാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടോ നിലപാടുകളോടോ സിനിമകളോടോ ഒക്കെ വിയോജിപ്പുള്ളവർ അനവധി ഉണ്ടാകാം. എന്നാലും സിനിമയിലെ ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ്. മലയാളികളുടെ കാഴ്ചാബോധങ്ങളെ തിരുത്തിയവനാണ് ഈ മനുഷ്യൻ. അപ്പോഴും നാം അയാളെ തിയേറ്ററിൽ കൂപ്പി തോൽപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളികളുടെ ബുദ്ധിജീവി നാട്യങ്ങളാണ് ഇയാൾക്ക് മുൻപിൽ പരാജയപ്പെട്ടത്. അയാൾക്ക് ആരോടും പരിഭവമില്ല. അയാൾ മറ്റു നടിമാരുടെ വാതിലിൽ മുട്ടാറില്ല. കൃഷ്ണനും രാധയും എന്ന തൻ്റെ ആദ്യ ചിത്രം പുറത്തിറക്കിയപ്പോൾ ആക്ഷേപത്തിൻ്റെ കൂരമ്പുകളായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് നേരിടേണ്ടി വന്നത്. യൂട്യൂബിൽ സിനിമയുടെ ഗാനങ്ങൾ വൈറലായി. ആളുകൾ ആദ്യം തെരുവിളികളുമായി രംഗത്തെത്തി. പിന്നീട് യൂട്യൂബിലും ഫേസ്ബുക്കിലും സന്തോഷ് പണ്ഡിറ്റ് തരംഗം തന്നെയായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ പല ചാനലുകളും മത്സരിച്ച് അതിഥിയായി വിളിച്ചു. എന്നാൽ അയാളെ കൂട്ടമായി ആക്രമിച്ച് അധിക്ഷേപിക്കാനായിരുന്നു സഹഫ് പാനലിസ്റ്റുകൾ എത്തിയത് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഒരു മനുഷ്യനെ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി സന്തോഷിനെ അത്തരം ഷോകൾ നടത്തി ചാനലുകൾ അധിക്ഷേപിച്ചു എന്നതാണ് സത്യം. സന്തോഷിൻ്റെ സംസാര രീതികളും അതിനൊരു കാരണമായി തീർന്നിട്ടുണ്ട്. എങ്കിലും തങ്ങളുടെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തിയ അതിഥിയെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ആക്ഷേപിച്ചപ്പോൾ അതൊക്കെ ആസ്വദിച്ച് റേറ്റിംഗ് കൂട്ടാൻ മത്സരിക്കുകയായിരുന്നു ആ ചാനലുകളൊക്കെ. ഈ ആക്ഷേപങ്ങൾക്കിടയിലും സന്തോഷ് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ആ കാലയളവിൽ അദ്ദേഹം 11 സിനിമകൾ നിർമ്മിച്ചു. പതിയെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. അട്ടപ്പാടി പോലത്തെ പിന്നോക്ക മേഖലകളിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് അദ്ദേഹം മുന്നേറി. ആദ്യം ഉണ്ടായിരുന്ന ജനങ്ങളുടെ എതിർപ്പ് ഏറെയൊക്കെ മാറുവാൻ സന്തോഷിൻ്റെ ഇത്തരം പ്രവർത്തികൾ കാരണമായി. പതിയെ പതിയെ സന്തോഷ് ജനകീയനായി തീർന്നു. ഇതിനിടയിൽ അദ്ദേഹം മലയാളം റിയാലിറ്റി ഷോ ആയ മലയാളി ഹൗസിൽ പ്രത്യക്ഷപ്പെട്ടു. 4ാമത്തെ ആഴ്ചയിൽ തന്നെ അദ്ദേഹത്തെ അവർ പുറത്താക്കി. പിന്നീട് സന്തോഷ് പണ്ഡിറ്റിനെ പുറത്താക്കിയത് തെറ്റാണെന്ന് ഷോയുടെ നിർമ്മാതാക്കൾ സമ്മതിച്ചു. വീണ്ടും വൈൽഡ് കാർഡ് എൻട്രിയുമായി ഷോയിലേക്ക് മടങ്ങി. ഇതെല്ലാം സന്തോഷ് പണ്ഡിറ്റിൻ്റെ ജനസമ്മതി ഉയരാൻ ഒരു കാരണമായി തീർന്നു. സമൂഹത്തിലെ ഓരോ സ്പന്ദനങ്ങളിലും സന്തോഷ് പണ്ഡിറ്റ് ഇടപെടാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളിലും അദ്ദേഹം തൻ്റേതായ അഭിപ്രായം പരസ്യമായി പറയാൻ തുടങ്ങി. തന്നെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ജനങ്ങൾക്ക് അദ്ദേഹം നേരിട്ടെത്തിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനെ കാണാതായപ്പോൾ അവിടെ സന്ദർശിച്ച് അവരുടെ കുടുംബത്തിന് ആശ്വാസമാക്കി. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ നിശ്ചിതമായി വിമർശിച്ചു. കള്ളനോട്ട് നൽകിയ 93 വയസ്സുകാരിയെ പോയി സഹായിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തി. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അയാൾ ഇടപെട്ട് തുടങ്ങി. ഇന്ന് സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകൾ ഹിറ്റായി ഓടിയില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ സന്തോഷ് പണ്ഡിറ്റ് ഹിറ്റ് തന്നെയാണ്. കോടികൾ വാരിയെറിയുന്ന മലയാള സിനിമയുടെ അരികെ കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുമായി നടന്നു മുന്നേറട്ടെ. സന്തോഷ് പണ്ഡിറ്റിന് GPS മീഡിയയുടെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.